ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു 1.5 മാസം മുന്നേ പോസ്റ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് കേട്ടോ. അതായത് ഫേസ് ഷോപ്പിൻ്റെ ഒരു സിറവും ഒരു മോയ്സ്ചറൈസറും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് സിറം. അപ്പോൾ ഞാനിത് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. ഇത് കുറേ നാളുകൊണ്ട് എൻ്റെ ആഗ്രഹമായിരുന്നു ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ളത്. സിറംസൊക്കെ പൊതുവേ ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമാണ്. അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു 1000 സംതിങ് ആണ് റേറ്റ്. പക്ഷേ എനിക്ക് ബിലോ 1000-ലാണ് ഇത്. ഓഫർ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് ഇപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ നേരത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റ് റേറ്റൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് 30 ml ആണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റനിങ് സീറമാണ് കേട്ടോ. വൈറ്റനിങ് അല്ല, ബ്രൈറ്റനിങ് സീറമാണ്. വൈറ്റ് സീഡാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ബ്രൈറ്റനിങ് മോയ്സ്ചറൈസ് ആകും, നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യും. അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു 1.5 മാസത്തിന് ശേഷമുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. കുളി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം, കിടക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഞാനൊരു നൈറ്റ് ക്രീം, നമ്മുടെ തന്നെ നൈറ്റ് ക്രീം ഇട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് വാഷും സോപ്പുണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഈ സോപ്പ് ഇട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫേസിനെ വിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സിറം ഞാൻ അപ്ലൈ ചെയ്യും. നമുക്ക് ഈ ഒരു സിറം അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിത് ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ നിലവിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്കിന്നിന് അത് പക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. അത് മാറ്റണമെന്നില്ല. ഒരു റെഫറൻസിന് വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അപ്പം ഞാൻ രാവിലെ ഈ ഒരു സിറം അപ്ലൈ ചെയ്യും. ഇത് ശരിക്കും സാധാരണ ഒരു സിറം പോലെ ഒരു വാട്ടർ രീതിയിലാണല്ലോ സാധാരണ ഒരു കളർ. ഇത് ഒരു ക്രീമി ടച്ചാണ് കേട്ടോ. ക്രീം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോഷനൊക്കെ പോലെ ഇരിക്കും. അതാണ് ഇതിൻ്റെ ടെക്സ്ചർ. സിറമാണ്, അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫേസിനെ ഹൈഡ്രേറ്റഡ് ആക്കും, നല്ല രീതിയിലൊരു മോയ്സ്ചറൈസ്ഡ് ആക്കും. ഒരു നനവ് പോലെ എന്നല്ല, ഇതുണ്ടോ നല്ല ഒരു ഇതുണ്ടോ, ഇങ്ങനെ നല്ല ഒരു ഓയിലി എന്നല്ല, എൻ്റെ സ്കിൻ ഓൾറെഡി ഓയിലിയാണ്. പക്ഷേ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കി നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് വെക്കും ഇതിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പ്. പണ്ട് വന്നതിനേക്കഴിഞ്ഞ് നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അതായത് എക്സ്ട്രീം ലെവലിലുള്ള തണുപ്പാണിത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നോർമലായിട്ടുള്ളൊരു ക്ലൈമറ്റ്, ഭയങ്കര ചൂട്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഒരു സ്കിന്നിൻ്റെ ഓയിലി ആയിട്ടുള്ള ഒരു നേച്ചറൊക്കെ മാറിയിട്ട് ചില സമയത്ത് ഒരു ഡ്രൈനെസ്സിനോടൊക്കെ വരാൻ തുടങ്ങി. നമ്മൾ ഫസ്റ്റ് വരുമ്പം നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഈ ഒരു ക്ലൈമറ്റായിട്ട് അഡാപ്റ്റ് ആവണമല്ലോ. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് ഈ ഒരു സ്കിൻ കെയർ തന്നെ ചെയ്യാൻ തുടങ്ങി. ഇതും ഇതിൻ്റെ മോയ്സ്ചറൈസറും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ അല്ലാത്ത ഡേ ടൈമിലൊക്കെ നമ്മുടെ സിറം അല്ല, വേറെ സിറം ഉണ്ട്, അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷേ ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ തുടങ്ങി. ലിപ്സിന് നല്ല രീതിയിൽ പൊട്ടലുണ്ടായിരുന്നു. പൊളിഞ്ഞ് ബ്ലഡ് വരെ വന്നിട്ടുണ്ട്. ആ രീതിയിൽ നമ്മുടെ മോണയിലൊക്കെ പൊട്ടൽ വരുമായിരുന്നു കേട്ടോ. അങ്ങനെ അത്രയും നല്ല രീതിയിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇതിനൊക്കെയുള്ള ഓരോ റെമഡീസുമായിട്ടാണ് വന്നത്. ഇപ്പോൾ നമ്മുടെ ബെറ്റാഡിൻ ഗാർഗിൾ ചെയ്യാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോണയൊക്കെ തൊലി പോകാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ച് വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനെല്ലാം ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ കൈവച്ചുകൊണ്ട് തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് അപ്ലൈ ചെയ്യും, പിന്നെ മോയ്സ്ചറൈസർ ഇടും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിത് അപ്ലൈ ചെയ്യും കേട്ടോ. നമ്മൾ ട്വൈസ് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യും. ശരിക്കും ഒരു 1.5 മാസം യൂസ് ചെയ്തപ്പം സ്കിന്നിന് നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ട്. അതായത് സ്കിന്നിനെ നല്ല രീതിയിൽ പട്ടുപോലെ സോഫ്റ്റ് ആക്കിയെന്ന് പറയാമല്ലോ. അത്രയും സോഫ്റ്റ്. എൻ്റെ സ്കിന്ന് ഹാർഡാണെന്നല്ല, എൻ്റെ സ്കിൻ ഓൾറെഡി സോഫ്റ്റ് തന്നെയാണ്, ഓയിലി സ്കിന്നാണ്. പക്ഷേ സെൻസിറ്റിവിറ്റി ഉണ്ട്. പക്ഷേ ഒരു നല്ലൊരു ബ്രൈറ്റനിങ്ങും ഒരു ഷൈനിങ്ങും തരും നമ്മുടെ സ്കിന്നിനെ. കണ്ടോ, ഇത് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ സിറം മാത്രമല്ല, ഈ ഒരു മോയ്സ്ചറൈസറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് തരും. ഇതിട്ടതിന് ശേഷം നമുക്ക് സൺസ്ക്രീനും പൗഡറോ ഫൗണ്ടേഷനോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഇടാം. ഞാനിപ്പോൾ പുറത്ത് പോകുമ്പോഴത്തേക്കും ഇതും മോയ്സ്ചറൈസറും സൺസ്ക്രീനും
പൗഡർ ചെറുതായിട്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കും. ഒത്തിരി വാരിയിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിയല്ല ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് അത് ചുമ്മാ പൗഡറല്ല, BB ടാൽക്ക് ഉണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല. മാക്സിമം ഫൗണ്ടേഷനും ഈ സാധനങ്ങൾ കൺസീലർ അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക. എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി, അല്ലാതെ നമ്മൾ എന്നും അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ലിപ്സ്റ്റിക്കും. ചുമ്മാ ഈ തീരെ വില കുറഞ്ഞ ലിപ്സ്റ്റിക്കുകളൊക്കെ ഉണ്ട്, 50 രൂപ 100 രൂപ ഈ 10 രൂപയ്ക്ക് വരെ കിട്ടും. അങ്ങനെ എല്ലാം ഒന്നും വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. അത് നമ്മുടെ ലിപ്സിൽ അതിലൊക്കെ ലെഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ലിപ്സിനെ പിഗ്മെൻറ്റഡ് ആക്കും. അത് മാത്രമല്ല ലിപ്സിൻ്റെ ഹെൽത്തിനെയും സെൽസിനെയൊക്കെ ഡാമേജ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും കുറച്ച് നല്ല പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. ചിലപ്പോൾ കുറച്ച് ഇച്ചിരി റേറ്റൊക്കെ കൂടുതലായിരിക്കും, പക്ഷേ ഒന്നാമത്തെ കാര്യം നമുക്ക് കുറച്ച് നാൾ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഹെൽത്തി ആയിരിക്കണമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നോക്കുക. ലിപ്സിൻ്റെയൊക്കെ ഒരു പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ഒരു ലിപ്സിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് സ്ക്രബ് ചെയ്യാൻ നോക്കുക, അങ്ങനെയൊക്കെ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് പറയാൻ വന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് നമുക്ക് നല്ല രീതിയിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ബ്രൈറ്റനിങ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒറ്റ ദിവസമോ ഒരാഴ്ചയോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും അറിയാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു 1 മന്തെങ്കിലും യൂസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇതങ്ങ് അബ്സോർബ് ചെയ്തിട്ട് കൈ ഇങ്ങനെ, പക്ഷേ ഒരു ചെറിയൊരു സ്റ്റിക്കി ഫോം ഇങ്ങനെ തോന്നും കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ ചെറിയൊരു സ്റ്റിക്കി പോലെ ഫീൽ ചെയ്യും. അത് ഈ സിറവും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സ്റ്റിക്കി പോലെ ഫീൽ വരും. എനിക്കൊന്ന് ഓയിലി സ്കിന്നുള്ളവർക്ക് ചിലപ്പം ഒത്തിരി ചിലപ്പോൾ പ്രത്യേകിച്ച് പിമ്പിൾസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പിമ്പിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് അത്യാവശ്യം ഓയിലി ആയിട്ടുള്ളതാണ്. ഒരു ചെറിയൊരു സ്റ്റിക്കി ഫോമാറ്റും ഉണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ എൻ്റെ ഫേസിനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് ഒരു സ്റ്റിക്കി എന്ന് പറയാൻ പറ്റിയ ഒരു ഗ്ലോവിങ് എഫക്റ്റ് കൂടി വരുന്നുണ്ട്. ഷൈനിങ് ആൻഡ് ഗ്ലോയിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്കിത് ഇഷ്ടമെന്ന്. ചിലപ്പോൾ അങ്ങനെ സ്റ്റിക്കിനെസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓയിലി ലുക്ക് വരുന്നത് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടമായിരിക്കത്തില്ല. എനിക്കതിഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിന് അത് പക്കായാണ്. നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇനി വേർത്തൊലിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിൽ ഇത് പക്കായിട്ടുള്ള സാധനമാണ് കേട്ടോ. നാട്ടിലും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്റ്റിക്കിനെസ് വരുന്നല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എനിക്ക് അത് ഓക്കെയാണ്, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റിക്കിനെസ് വന്നു, അതിൻ്റെ മുകളിൽ ഒരു സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അത് അവിടെ അബ്സോർബായി ഇരുന്നോളും. അങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റ് പോലെയോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല. പെട്ടെന്ന് അബ്സോർബ് ആവും. ഇതിൻ്റെ മുകളിൽ അത് തന്നെ, ഇതിൻ്റെ മുകളിൽ എന്നായിട്ടാലും പെട്ടെന്ന് അബ്സോർബ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ബൈ.